കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. പക്ഷെ അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു വിവാദം ഉയർന്നുണ്ട്. ഈ പുരസ്കാര പ്രഖ്യാപനത്തിൽ കുട്ടികളുടെ സിനിമകളെ പരിഗണിക്കാത്തതിലാണ് ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്നത്. ജൂറിയുടെ തീരുമാനത്തിനെതിരെ ദേവനന്ദ ഉൾപ്പെടെയുള്ള താരങ്ങളും മറ്റ് പ്രവർത്തകരും വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട്. ദേവനന്ദയുടെ പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. കുട്ടികളുടെ കൂടുതൽ സിനിമകൾ ചെയ്യേണ്ടത് അവാർഡ് നിഷേധിച്ചുകൊണ്ടല്ല എന്നാണ് ദേവനന്ദ വിമർശനം ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജൂറിയുടെ തീരുമാനം മാറ്റില്ല എന്നാണ് മന്ത്രി സജി ചെറിയാൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. This year jury did not give the best children's film and the best child artist boy and girl. We did not find a single film or a single attempt to make a children's film. മികച്ച കുട്ടികളുടെ ചിത്രം, മികച്ച ബാലതാരം എന്നീ വിഭാഗത്തിലാണ് ഇത്തവണ അവാർഡ് ഇല്ലാതിരുന്നത്. ജൂറിയുടെ ഈ തീരുമാനത്തിനെതിരെയാണ് ദേവനന്ദ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കടുത്ത വിമർശനം ഉന്നയിക്കുന്നത്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നേരെയാണ് 2024 മലയാള സിനിമാ പ്രഖ്യാപനത്തോടെ ജൂറി കണ്ണടച്ചത് എന്നും, നിങ്ങൾ കുട്ടികൾക്ക് നേരെ കണ്ണടച്ചോളൂ, പക്ഷേ ഇവിടെ മുഴുവൻ ഇരുട്ടാക്കരുത് എന്നും ദേവനന്ദ പോസ്റ്റിൽ പറയുന്നു. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, സ്കൂൾ ചലേഹം, ARM, ഫീനിക്സ്, ഗൂ തുടങ്ങിയ ചിത്രങ്ങൾ ഇത്തവണ ജൂറിക്ക് മുന്നിലെത്തിയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് കുട്ടികളെ തഴഞ്ഞു എന്നതാണ് ഉയരുന്ന ചോദ്യം. തീരുമാനത്തിനെതിരെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ സഹതിരക്കഥാകൃത്ത് ആനന്ദ് മന്മഥൻ രംഗത്തു വന്നു. ഇത്രയും നല്ല പെർഫോമൻസ് ആണെന്ന് ക്രിട്ടിക്സ് അടക്കം പറഞ്ഞ ഒരു സിനിമയിൽ ഈ പെർഫോമൻസ് എന്തുകൊണ്ട് കണ്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു, ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഞങ്ങളെ സിനിമയിൽ അഭിനയിച്ച കുട്ടികൾക്കടക്കം കുട്ടികളുടെ കാഴ്ചപ്പാടിലുള്ള ചിത്രങ്ങളില്ല എന്നാണ് ജൂറി വിശദീകരിക്കുന്നത്. ജൂറിക്ക് മുന്നിലെത്തിയ സ്കൂൾ ചലേഹം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീകാന്തും ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സ്കൂൾ ചലേഹം കുട്ടികളുടെ മാത്രം സിനിമയാണെന്നും, ഇതുപോലെ ജൂറിക്ക് മുന്നിലെത്തിയ 5ഓളം ചിത്രങ്ങളിൽ ഒന്നിനെ പോലും പരിഗണിക്കാതിരുന്നതും ഒരു പ്രോത്സാഹന സമ്മാനം പോലും നൽകാതെയിരുന്നതും കുട്ടികളുടെ സിനിമ ചെയ്യാനുള്ള പലരുടെയും ആഗ്രഹത്തെ ഇല്ലാതാക്കുകയാണ് എന്ന് ശ്രീകാന്ത് പറയുന്നു. അതേസമയം ജൂറിയുടെ നിലപാടിനെ അംഗീകരിക്കുകയാണെന്നും പുനഃപരിശോധന ഉണ്ടാകില്ല, അടുത്ത വർഷം പരിഹരിക്കാമെന്നും മന്ത്രി സജി ചെറിയാൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കുട്ടികളുടെ നല്ല സിനിമകൾ ഉണ്ടാകാനുള്ള ശ്രമം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ആ സിനിമ എത്തിയില്ല എന്ന ഒരു വിലയിരുത്തൽ നടത്തുകയും അവര് അതിനെ സംബന്ധിച്ചിടത്തോളം ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത് ജൂറി പറയുന്ന കാര്യമാണ്. ഞാൻ കണ്ടിട്ടില്ല അതിനകത്തെ സിനിമയൊന്നും. ജൂറിയാണ് വിലയിരുത്തിയത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.